എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ASMന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ വൺ വേർഡ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഫോബിയാസ് എന്ന് പറയുന്ന മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അടുത്ത നടന്ന പരീക്ഷയിൽ പോലും പലവട്ടം ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഫോബിയാസും ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കും. ചോദ്യോത്തര രൂപത്തിലാണ് ഞാൻ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ 2-3 തവണ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ ക്ലാസ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ ഈ അടുത്ത തവണ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഷീ ഈസ് സഫറിംഗ് ഫ്രം തനാട്ടോഫോബിയ. തനാട്ടോഫോബിയ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്. ഫിയർ ഓഫ് ഡെപ്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഫിയർ ഓഫ് ഡെപ്ത് എന്നാണ് തനാട്ടോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഓരോ ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫിയർ ഓഫ് ഹൈറ്റ്സ് എന്നാണ്. ഹൈറ്റ്സിനോടുള്ള ഭയം. ഇവിടെ നമ്മുടെ 2 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഉത്തരമായിട്ട് വരേണ്ടത് അക്രോഫോബിയ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. അക്രോഫോബിയ എന്നതാണ് ഹൈറ്റിനോടുള്ള ഭയം. അടുത്ത ചോദ്യം: വിച്ച് ഫോബിയ റെഫേഴ്സ് ടു ദ ഫിയർ ഓഫ് ഡാർക്ക്നെസ്. ഡാർക്ക്നെസ്സിനോടുള്ള ഫിയർ എന്തു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഇപ്പോൾ തുടർന്നുള്ള 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ 4 ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ ഉത്തരം ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. അക്ലോഫോബിയ എന്നതാണ് ഡാർക്ക്നെസ്സിനോടുള്ള ഫിയർ അറിയപ്പെടുന്നത്. അക്ലോഫോബിയ, ഡാർക്ക്നെസ്സിനോടുള്ള ഫിയർ അറിയപ്പെടുന്നത് അക്ലോഫോബിയ എന്നാണ്. ഇത് നമ്മുടെ അടുത്ത ചോദ്യം: വാട്ട് ഈസ് ദ ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. സ്പൈഡേഴ്സിനോടുള്ള ഫിയർ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. തുടർന്ന് 2 ഓപ്ഷൻ ഇപ്പോൾ കാണാം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ആർക്നോഫോബിയ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. എന്താണ് അറാക്നോഫോബിയ. അറാക്നോഫോബിയ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അറാക്നോഫോബിയ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഫിയർ ഓഫ് സ്പൈഡർ. സ്പൈഡറിനോടുള്ള ഫിയർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അറാക്നോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹി സമ്മൺ ഹാസ് ആന്ത്രോഫോബിയ. വാട്ട് ഡു ദേ ഫിയർ. ആന്ത്രോഫോബിയ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്പെല്ലിംഗ് കൃത്യമായി ശ്രദ്ധിക്കണം. ആന്ത്രോഫോബിയ, ANTHRO എന്നാണ്. ഇത് കൃത്യമായി ശ്രദ്ധിക്കണം. ആന്ത്രോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫിയർ ഓഫ് പീപ്പിൾ ആണ്. പീപ്പിളിനോടുള്ള ഭയത്തെയാണ് നമ്മൾ ആന്ത്രോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് പീപ്പിൾ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്ത്രോഫോബിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫിയർ ഓഫ് മെൻ എന്തു പേരിൽ അറിയപ്പെടുന്നു? ആൻഡ്രോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഞാൻ സ്പെല്ലിംഗ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ആൻഡ്രോ എന്നാണ് ഞാൻ തൊട്ടു മുമ്പ് എഴുതിയത്. എന്താണ്? ANTHRO. ഇവിടെ എഴുതുന്നത് എന്താണ്? ANDRO. ആൻഡ്രോ. ആൻഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയർ ഓഫ് മെൻ ആണ്. മെന്നിനോടുള്ള പേടിയാണ് എന്ത്? ആൻഡ്രോഫോബിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിച്ച് ഫോബിയ ഈസ് ദ ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. തണ്ടറിനോടും ലൈറ്റനിങ്ങിനോടുമുള്ള ഫോബിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആസ്ട്രാഫോബിയ എന്നതാണ്. ASTRA. ആസ്ട്രാഫോബിയ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വാട്ട് ഈസ് എലിയൂറോഫോബിയ. എലിയൂറോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരമായിട്ട് വരേണ്ടത് ഫിയർ ഓഫ് കാറ്റ്സ് ആണ്. പൂച്ചകളോടുള്ള പേടിയാണ് എലിയൂറോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ദ ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ കാണാം. ആന്തോഫോബിയ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് തൊട്ടു മുമ്പ്. ആ സ്പെല്ലിംഗ് കൃത്യമായിട്ട് നോക്കണമെന്ന്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഫിയർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആൻഡ്രോ എന്നാണ്. ANTHRO എന്നാണ് വരേണ്ടത്. അതിനുശേഷം ഞാൻ പറഞ്ഞത് ഫിയർ ഓഫ് മെൻ ആണ്. അവിടെ ആൻഡ്രോ എന്നാണ് വരേണ്ടത്. ആൻഡ്രോഫോബിയ. അതിനുശേഷം ഇപ്പോൾ പറയുന്നത് ആന്തോഫോബിയ. ആന്തോ എന്നാണ് വരേണ്ടത്. ANTHO ആണ്. ഇവിടെ ഒരു 6 എക്സ്ട്രാ കടന്നു വന്നു. ആന്തോ എന്ന് പറയുമ്പോൾ എന്താണ്? പൂക്കളോടുള്ള ഭയമാണ്. റിപ്പീറ്റർ ആണ്. എത്രയോ തവണ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഓറോഫോബിയ. ഓറോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരം ഗോൾഡിനോടുള്ള ഫിയർ ആണ്. ഗോൾഡിനോട്, സ്വർണത്തോടുള്ള ഭയമാണ് ഓറോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വർണത്തിനോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓറോഫോബിയ എന്നറിയപ്പെടുന്നു. ഓറോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് വിച്ച് ഫോബിയ ഡിസ്ക്രൈബ് ദ ഫിയർ ഓഫ് പെയിൻ. പെയിനോടുള്ള പേടി, വേദനകളോടുള്ള ഭയം നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആൽഗോഫോബിയ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ആൽഗോഫോബിയ. അപ്പോൾ പെയിനിനോടുള്ള ഭയമാണ് ആൽഗോഫോബിയ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് വാട്ട് ഈസ് ആംബുലോഫോബിയ. ആംബുലോഫോബിയ എന്ന് പറഞ്ഞാൽ
4 ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് ഫിയർ ഓഫ് വാൾക്കിംഗ് ആണ്. വാൾക്കിങ്ങിനോടുള്ള ഭയമാണ് ആംബുലോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ദ ഫിയർ ഓഫ് സോളിറ്റ്യൂഡ് ഈസ് കോൾഡ്. സോളിറ്റ്യൂഡിനോടുള്ള ഭയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ നമ്മുടെ ഓട്ടോഫോബിയ ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സോളിറ്റ്യൂഡിനുള്ള ഭയം, അതായത് തനിച്ചിരിക്കാനുള്ള ഒരു ഭയം, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ പറയാം. ഓട്ടോഫോബിയ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, വാട്ട് ഡസ് ബിബ്ലിയോഫോബിയ. ബിബ്ലിയോഗ്രാഫി എന്നൊക്കെ ധാരാളം തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. എന്താണ്? ബുക്സിനോടുള്ള ഭയമാണ് ബിബ്ലിയോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ബിബ്ലിയോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്സിനോടുള്ള ഭയം. ബിബ്ലിയോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്സിനോടുള്ള ഭയമാണ്. ബിബ്ലിയോഫോബിയ എന്ന് പറയുമ്പോൾ ബിബ്ലിയോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്കിനോടുള്ള ഭയമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, വിച്ച് ഫോബിയ ഈസ് ദ ഫിയർ ഓഫ് ഡെപ്ത്സ്. ആഴത്തോടുള്ള ഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഉയരങ്ങളോടെയുള്ള ഫോബിയോ നമ്മൾ പഠിച്ചു. ഹൈറ്റ്സിനോടുള്ള ഫോബിയോ നമ്മൾ പഠിച്ചിരുന്നു. അക്രോഫോബിയ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ഹൈറ്റ്സിനോടുള്ള ഫോബിയ. ഇവിടെ ഡെപ്സിനോടുള്ള ഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാപ്തോഫോബിയ എന്നാണ് ഉത്തരമായിട്ട് വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് സിബോഫോബിയ. സിബോഫോബിയ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സിബോഫോബിയ സ്പെല്ലിംഗ് ഓർത്തിരിക്കുക. CIBO എന്നതാണ് സിബോഫോബിയ. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഫിയർ ഓഫ് മണി, ഫിയർ ഓഫ് ഫുഡ്, ഫിയർ ഓഫ് ഡോഗ്സ്, ഫിയർ ഓഫ് ഇൻസെക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫിയർ ഓഫ് ഫുഡ്സ് ആണ്. ഭക്ഷണങ്ങളോടുള്ള ഭയമാണ് എന്ത്? സിബോഫോബിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഫിയർ ഓഫ് കമ്പ്യൂട്ടറിനോടുള്ള ഭയമാണ് എന്ത്? സൈബർ ഫോബിയ. അത് പിന്നെ പേരിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇനി വാട്ട് ഈസ് ക്രിപ്റ്റോഫോബിയ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ചിറോപ്റ്റോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്. ചിറോപ്റ്റോഫോബിയ ചിറോപ്റ്റോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന നമ്മുടെ ഈ വവ്വാലുകളോടുള്ള ഭയമാണ്, ബാറ്റ്സിനോടുള്ള ഭയമാണ് ചിറോപ്റ്റോഫോബിയ എന്ന് പറയുന്നത്. ഇനി വിച്ച് ഫോബിയ ഈസ് ദ ഫിയർ ഓഫ് മണി. നമുക്ക് പണങ്ങളോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? നമ്മുടെ പണങ്ങളുള്ള ഭയം അറിയപ്പെടുന്നത് ക്രിമാറ്റോഫോബിയ എന്നാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ 2 പഠിച്ചു. ബാറ്റ്സിനോടുള്ള ഫോബിയ ചിറോപ്റ്റോഫോബിയ, പിന്നെ അടുത്തത് പണത്തോടുള്ള ഭയമാണ് ക്രിമാറ്റോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് സൈനോഫോബിയ? ഇവിടെ തന്നിരിക്കുന്ന സൈനോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡോഗ്സിനോടുള്ള ഭയമാണ്. നമുക്ക് പട്ടികളോടുള്ള ഭയമാണ് സൈനോഫോബിയ. ഇനി അടുത്തത് ഇൻസെക്ട്സിനോടുള്ള ഭയം. എത്രയോ നമ്മുടെ BSc ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കാറുണ്ട്. എൻഡമോ എന്ന് പഠിക്കും അല്ലെ? ഇൻസെക്ട്സ് ഒക്കെ നമ്മളെ കുത്താൻ വരുമ്പോൾ എൻഡമോ എന്ന് നമ്മൾ പഠിക്കും. അപ്പൊ അവിടെ എന്താണ്? എൻഡമോഫോബിയ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത്, ഗൈനോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈനോഫോബിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഉത്തരം ഫിയർ ഓഫ് വുമൺ എന്നാണ്. വുമണിനോടുള്ള ഭയമാണ് എന്ത്? ഗൈനോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് മെൻ നമ്മൾ പഠിച്ചു, ആൻഡ്രോഫോബിയ. ഫിയർ ഓഫ് പീപ്പിൾ നമ്മൾ പഠിച്ചു, ആന്ത്രോഫോബിയ. എന്താണ്? ആന്ത്രോഫോബിയ. ഇതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഫ്ലവേഴ്സിനോടുള്ള ഭയവും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 6 ഒഴിവാക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഫ്ലവേഴ്സിനോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആന്തോഫോബിയ എന്നാണ് പറയുക. ANTHO ആണ് ആന്തോഫോബിയ. ആൻട്രോഫോബിയ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടെന്താണ്? നമ്മുടെ വുമണിനോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗൈനോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, വിച്ച് ഫോബിയ റെഫേഴ്സ് ടു ദ ഫിയർ ഓഫ് ഗ്രോയിങ് ഓൾഡ്. അതായത് നമുക്ക് ഈ പ്രായമാകുക, വാർദ്ധക്യത്തോടുള്ള ഭയം, അത് അറിയപ്പെടുന്നത് ജെറോണ്ടോഫോബിയ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ ഓപ്ഷനായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ്. ജെറോണ്ടോഫോബിയ. ജെറോണ്ടോഫോബിയ. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വാട്ട് ഈസ് ഗ്യാമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് നമ്മുടെ ചോദ്യം. മാരേജിനുള്ള ഭയമാണ്, കല്യാണം കഴിക്കാനുള്ള ഒരു ഭയമാണ് ഗ്യാമോഫോബിയ. ദ ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്, അതായത് പൊതുസ്ഥലത്ത് സംസാരിക്കാനുള്ള ഒരു ഭയം, അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. അത് ഗ്ലോസോഫോബിയ ആണ്. ഗ്ലോസോഫോബിയ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത്, ഹീമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് നമ്മുടെ ചോദ്യം. ഹീമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ബ്ലഡിനോടുള്ള ഭയമാണ്. ഇനി അടുത്തത്, വിച്ച് ഫോബിയ ഈസ് ദ ഫിയർ ഓഫ് സ്ലീപ്പ്. ഉറക്കത്തോടുള്ള ഭയം കാണിക്കുന്ന ഫോബിയ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ
ഉത്തരമായിട്ട് വരുന്നത് ഹിപ്നോഫോബിയ. നമ്മൾ ഈ ഹിപ്നോട്ടിസ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഹിപ്നോഫോബിയ നമുക്കവിടെ കിട്ടും. ഇനി അടുത്തത് വാട്ട് ഈസ് ഹീലിയോഫോബിയ. ഹീലിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വരണം, ഫിയർ ഓഫ് സൺ ആണ്, സൂര്യനോടുള്ള ഭയമാണ് ഹീലിയോഫോബിയ എന്ന് പറയുന്നത്. ഹീലിയോഫോബിയ. ഇനി ദ ഫിയർ ഓഫ് ഹോഴ്സസ്. ഹോഴ്സസിനോടുള്ള ഭയം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഹിപ്പോഫോബിയ എന്നതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്, ഹിപ്പോഫോബിയ. ഇനി വാട്ട് ഈസ് ഹൈഡ്രോഫോബിയ. ഹൈഡ്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കുള്ള ഉത്തരം കിട്ടും, എന്താണ്, നമ്മുടെ ജലത്തോടുള്ള ഭയമാണ്, അല്ല ഫിയർ ഓഫ് വാട്ടർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക, ഫിയർ ഓഫ് വാട്ടർ. വിച്ച് ഫോബിയ ഡിസ്ക്രൈബ് ദ ഫിയർ ഓഫ് ഫിഷ്. ഫിഷിനോടുള്ള പേടി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഇവിടെ സി ആണ്, എന്താണ്, ഇക്തിയോഫോബിയ എന്നതാണ്. ഇക്തി, ഫിഷ് എന്ന് പറയുമ്പോൾ മത്തി, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇക്തിയോഫോബിയ എന്നതാണ് ഫിഷിനോടുള്ള ഭയം. ഈ സ്റ്റഡി ഓഫ് ഫിഷസ് ആണ് എന്ത്, ഇക്തിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇക്തിയോളജി, ഇക്തിയോഫോബിയ, അത് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലിംനോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്. ലിംനോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേക്സിനോടുള്ള ഭയമാണ്, അല്ല ലേക്സിനോടുള്ള ഭയമാണ് ലിംനോഫോബിയ എന്ന് പറയുന്നത്. ഇനി ദ ഫിയർ ഓഫ് കളർ ബ്ലാക്ക്, കറുത്ത നിറത്തോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു, മിലാനോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്, മിലാനോഫോബിയ എന്നാണ്, മിലാനോഫോബിയ. മിലാനോഫോബിയ, മിലാനോഫോബിയാണ് ബ്ലാക്കിനോടുള്ള ഭയം. ഇനി വാട്ട് ഈസ് മെത്തിഫോബിയ. മിത്തൈഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്. മിത്തൈഫോബിയ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ്, ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, METHY ആണ്. മിത്തൈഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൽക്കഹോളിനുള്ള ഫോബിയാണ്. ഇപ്പൊ നമ്മൾ ആൽക്കഹോളൊക്കെ കഴിച്ചാൽ മത്തായി പോയി എന്ന് ഓർത്ത് വെച്ചാൽ അതൊന്ന് കണക്ട് ചെയ്ത് മെത്തായി പോയി അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മിത്തായി ഫോബിയ നമുക്ക് കിട്ടും. ഇനി അടുത്ത വിച്ച് ഫോബിയ ഈസ് ദ ഫിയർ ഓഫ് മൈസ്. എലികളോടുള്ള ഫോബിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്, മൂസോഫോബിയ എന്നതാണ്. മൂസോഫോബിയ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു അല്യൂറോഫോബിയ, അല്ലെ, AILURO. എല്യൂറോഫോബിയ എന്താ, കാറ്റുകളോടുള്ള ഭയമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ മൂസോഫോബിയ എന്താണ്, എലികളോടുള്ള ഭയത്തെയാണ് നമ്മൾ മൂസോഫോബിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് നെക്രോഫോബിയ. NECRO ഫോബിയ. നെക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത് ഓർ ഡെഡ് ബോഡീസ്. നമുക്ക് ഈ ഡെഡ് ബോഡീസിനോടോ ഡെത്തിനോടോ ഒക്കെയുള്ള ഭയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെക്രോഫോബിയ എന്ന് പറയുന്നത്. എന്താണ് നെക്രോഫോബിയ എന്ന് പറയുന്നത്? എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം പഠിച്ചു, എന്താണ്, തനാട്ടോഫോബിയ. ഡെത്തിനോടുള്ള ഭയമാണ് തനാട്ടോഫോബിയ. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഡെത്ത് അല്ലെങ്കിൽ ഡെഡ് ബോഡീസിനോടൊക്കെ ഉള്ള ഒരു ഭയത്തെ വിളിക്കുന്ന മറ്റൊന്നാണ് നെക്രോഫോബിയ. എന്നാണ് നെക്രോഫോബിയ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നിയോഫോബിയ എന്ന് പറഞ്ഞതാണ്. നിയോ പുതുതായിട്ടുള്ള ഒരു അർത്ഥത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ, പുതിയതിനോട് എന്തിനോടുള്ള ഭയത്തെയാണ് നിയോഫോബിയ എന്ന് പറയാം. ഇനി അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്ന നെഫോഫോബിയ, ഫിയർ ഓഫ് ക്ലൗഡ്സ്. നമുക്കറിയാം നെഫോളജി എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ നെഫോഫോബിയ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സിനോടുള്ള ഭയത്തെയാണ് നമ്മൾ നെഫോഫോബിയ എന്ന് പറയുന്നത്. ഇനി ഫിയർ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളെ പോലും ഭയക്കുന്നവരുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒനീറോഫോബിയ. എന്താണ് ഒനീറോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വപ്നങ്ങളെ കുറിച്ചുള്ള ഭയമാണ്, അല്ല, ഫിയർ ഓഫ് ഡ്രീംസ് ആണ് എന്ത്, ഒനീറോഫോബിയ. ഇനി അടുത്തത് ഇഫ് സമ്മൺ ഹാസ് ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ക്രൗഡ്സ് ദേ ആർ സഫറിങ് ഫ്രം. ക്രൗഡ്സിനോടുള്ള ഭയം, അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്ലോഫോബിയ എന്നതാണ്. OCHLO, ഓക്ലോഫോബിയ എന്നതാണ് ക്രൗഡ്സിനോടുള്ള ഭയത്തെ വിളിക്കുന്ന പേര്. ഇനി അടുത്തത് വിച്ച് ഫോബിയ ഡിസ്ക്രൈബ് ദ ഫിയർ ഓഫ് റെയിൻ. മഴയോടുള്ള ഭയം, ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഓംബ്രോഫോബിയാണ്. അംബ്രല എന്നൊക്കെ ഓർത്ത് വെച്ചാൽ ഓംബ്രോഫോബിയ നമുക്ക് കിട്ടും. ഫിയർ ഓഫ് റെയിനോടുള്ള ഭയം എന്ന് പറയുന്നത് ഓംബ്രോഫോബിയാണ്. എന്താണ് ഓംബ്രോഫോബിയ. ഇനി അടുത്തത് ദ ഫിയർ ഓഫ് ഐസ് ഈസ് നോൺ എസ്. ഐസിനോട് പോലും എന്തുണ്ട്, ഭയമുണ്ട്. ദ ഫിയർ ഓഫ് ഐസിനോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒമിറ്റാഫോബിയ എന്നാണ്. ഒമിറ്റാഫോബിയ, OMMETAPHOBIA, ഒമിറ്റാഫോബിയ എന്നാണ് ആ ഒരു ഫോബിയ അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ ദ ഫിയർ ഓഫ് സ്നേക്സ്. പാമ്പുകളോടുള്ള ഭയം എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഒഫിഡോഫോബിയ. പാമ്പ് കടിച്ച് നമ്മൾ ഓഫായി പോകും എന്ന് ഓർത്തിച്ചാൽ ഒഫിഡോഫോബിയ നമുക്ക് കിട്ടും. ഒഫിഡോഫോബിയ. ഇനി അടുത്തത് ഫിയർ ഓഫ് ഹോം ഈസ് നോൺ എസ്. ഹോമിനോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു വെച്ചാൽ ഒയ്ക്കോഫോബിയ എന്നാണ്. എന്താണ് ഒയ്ക്കോഫോബിയ. ഹോമിനോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഒയ്ക്കോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. ഒയ്ക്കോഫോബിയ. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫിയർ ഓഫ് ലൈറ്റ്. ലൈറ്റിനോടുള്ള ഭയം നമ്മൾ എന്തറിയപ്പെടുന്നു? ഫോട്ടോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്
ഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. ലൈറ്റിനോടുള്ള ഫിയർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫോട്ടോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. ലൈറ്റിനോടുള്ള ഫിയർ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് എന്ത് പഠിച്ചിട്ടുണ്ട്? ഡാർക്ക്നെസ്സിനോടുള്ള ഫിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലൈറ്റിനോടുള്ള ഫിയർ നമ്മളിവിടെ പരിചയപ്പെട്ടു. അതേപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡാർക്ക്നെസ്സിനോടുള്ള ഫിയറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അക്ലോഫോബിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അക്ലോഫോബിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്ലോഫോബിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫോട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ ലൈറ്റ്, അത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഫോട്ടോയും ലൈറ്റും കണക്ട് ചെയ്ത് വെക്കും. ഇനി അടുത്തത് PSC ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫയറിനോടുള്ള പേടി. തീയോടുള്ള പേടിയാണ് എന്ത്? ഇവിടെ പൈറോഫോബിയ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, പൈറോഫോബിയ. ഇനി സെലനോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലിനോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂണിനെ കുറിച്ചുള്ള പഠനം, സെലനോളജി എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ മൂണിനെ കുറിച്ചുള്ള പഠനം. ദ ഫിയർ ഓഫ് ഹീറ്റ്, ഹീറ്റിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അത് സിമ്പിൾ ആണ്, തെർമോഫോബിയ എന്ന് കിട്ടും. അപ്പൊ ഫയറിനെ കുറിച്ചുള്ള പേടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? പൈറോഫോബിയ. ഹീറ്റിനെ കുറിച്ചുള്ള പേടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? തെർമോഫോബിയ എന്ന് അറിയപ്പെടുന്നു. ഇനി വാട്ട് ഫോബിയ റിലേറ്റ് ടു ദ ഫിയർ ഓഫ് റിലീജൻ ഓർ ഗോഡ്? റിലീജനെ കുറിച്ചോ അല്ലെങ്കിൽ ഗോഡിനെ കുറിച്ചോ ഉള്ള ഒരു ഭയം എന്ത് പേരിൽ അറിയപ്പെടും? തിയോഫോബിയ എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? തിയോഫോബിയ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇഫ് എ പേഴ്സൺ ഹാസ് എ ഫിയർ ഓഫ് ഡെത്ത്, നമ്മളിപ്പോൾ പറഞ്ഞതാണ് തനാട്ടോഫോബിയ. ഇനി ഫിയർ ഓഫ് ഹെയർ, ഹെയറിനോടുള്ള ഭയം. ദ ഫിയർ ഓഫ് ഹെയർ ഈസ് നോൺ ആസ്, ഫിയർ ഓഫ് ഹെയർ എന്ത് പേരിൽ അറിയപ്പെടുന്നു വെച്ചാൽ ട്രിക്കോഫോബിയ എന്നാണ്. TRICHO ഫോബിയ, TRICHO ഫോബിയ, ടിച്ചോഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ടേം ഫോർ ദ ഫിയർ ഓഫ് സീ, കടലിനോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് തലാസോഫോബിയ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇനി സാന്തോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സാന്തോഫിൽ ആ ഒരു ഇത് വെച്ച് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. യെല്ലോ നിറത്തോടുള്ള ഭയമാണ്. യെല്ലോ നിറത്തോടുള്ള ഭയമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മുടെ സാന്തോഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? സാന്തോഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സാന്തോഫോബിയ യെല്ലോ നിറത്തോടുള്ള ഭയമാണ്. അപ്പൊ ഇതെന്ത് പേരിലാണ്? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? മിലാനോഫോബിയ. മിലാനോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കറുത്ത നിറത്തോടുള്ള ഭയമാണ് മിലാനോഫോബിയ. ഇവിടെ നമ്മൾ സാന്തോഫോബിയ, അതെന്താണ്? യെല്ലോ നിറത്തോടുള്ള ഭയമാണ്. വിച്ച് ഫോബിയ സിഗ്നിഫൈസ് ദ ഫിയർ ഓഫ് ഫോറിനേഴ്സ്? ഫോറിനേഴ്സിനോടുള്ള ഭയം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ സിനോഫോബിയ ആണ്. സിനോഫോബിയ, ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓൾമോസ്റ്റ് എല്ലാ ഫോബിയാസും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ആയിട്ട് 2 or 3 തവണ ഒന്ന് കേൾക്കുക. പിന്നെ നമ്മൾ ഓപ്ഷനിലേക്ക് പോയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫോബിയാസും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള മാർക്ക് 100% നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.